ഹായ്, ഞാൻ സുധീർ പാലോട്. അങ്ങനെയാണ് എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര്. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ ഇപ്പോൾ വന്നെന്ന് പറഞ്ഞാൽ സിറ്റിയിലൊക്കെ നല്ല മഴയാണ് കേട്ടോ. ഇന്നലെ രാത്രി മുതലേ മഴ തുടങ്ങിയിട്ടുണ്ട്, നല്ല മഴയുണ്ട്. ഇപ്പോൾ രാവിലെയും ഇങ്ങനെ ചാറി നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും വീണ്ടും നമസ്കാരം. कैसे भाई? अच्छा है ना? ठीक है ना? इधर बहुत बारिश है. പിന്നെ എല്ലാവരും ചായയൊക്കെ കുടിച്ച ഇടയ്ക്ക് ഹിന്ദി സംസാരിച്ചാൽ പേടിക്കണ്ട. കാരണം എൻ്റെ വീഡിയോ കാണുന്നതിൽ കുറച്ച് പേരൊക്കെ ലൈക്കും കമൻറ്റൊക്കെ തരുന്നുള്ളൂ. ബാക്കി എല്ലാവരും ബംഗാളികളാണെന്ന് തോന്നുന്നു. അപ്പോൾ അവർക്കും കൂടെ മനസ്സിലാവാൻ വേണ്ടിയാണ് ഹിന്ദിയിൽ സംസാരിച്ചത്. പിന്നെ ലൈക്കും കമൻറ്റും തന്നുകൊണ്ടിരിക്കുന്നവർക്ക് ഹൃദയം നിറഞ്ഞ നന്ദി. അപ്പോൾ എല്ലാവരും ജോലിക്ക് പോകാനും ജോലിയിലൊക്കെ ആയിരിക്കും അല്ലേ. കുറച്ച് ദിവസമായി നേരിട്ട് വന്നിട്ട് ജോലി തിരക്കാണ്. എന്ത് ചെയ്യാൻ, ഞാൻ പാചകത്തിന് നിൽക്കണോണ്ടേ കൃത്യസമയത്തിന് ആഹാരം ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ ഈ ജനൽ വഴി ചിലപ്പോൾ എന്നെ ചവിട്ടി പുറത്താക്കും. അപ്പോൾ അത് പേടിച്ചിട്ടല്ല, പിന്നെ ഈ അവിടെ ഇവിടെ ജോലിക്ക് വേണ്ടി ഇറങ്ങി നടക്കണ്ടേ. അപ്പം അതുകൊണ്ട് നമ്മൾ നമ്മുടെ ജോലി കറക്റ്റായിട്ട് ചെയ്തിട്ട് ബാക്കി സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റു പരിപാടികളിലൊക്കെ കടക്കാം അല്ലേ. പിന്നെ എൻ്റെ റീൽസ് എല്ലാം കാണുന്നുണ്ട്. ഒരുപാട് പേര് അതിൽ കമൻറ്റും ലൈക്കും ഒക്കെ തരുന്നുണ്ട്. അപ്പോൾ കുറച്ച് മലയാളികളുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാർക്കും ഫേസ്ബുക്കിലെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കൊക്കെ ഹൃദയം നിറഞ്ഞ നന്ദി. നിങ്ങളുടെയൊക്കെ സ്ഥലങ്ങളിൽ എങ്ങനെയുണ്ട്? മഴയാണ് ഇപ്പോൾ ഇവിടെ. ഇപ്പം ഒന്ന് തോന്നു നിൽക്കുന്നു. ഇനി ഉണ്ടാവും, ഉച്ചയ്ക്കൊക്കെ മഴയുണ്ടാവും. കാലാവസ്ഥ പ്രവചിച്ചില്ല. കാലാവസ്ഥ പ്രവചിച്ചാൽ നല്ല വെയിലായിരിക്കും. മഴ ഉണ്ടെന്ന് പറഞ്ഞാൽ നല്ല വെയിലായിരിക്കും. പണ്ട് നമ്മൾ റേഡിയോയിൽ കേട്ടിട്ടില്ലേ, ഇന്ന് പൊതുവെ മേഘാവൃതമായിരിക്കും, ചിലപ്പോൾ ഇടിയോടുകൂടി മഴയുണ്ടാകും. അന്ന് ദിവസം കുടയെടുത്തുകൊണ്ട് വെളിയിറങ്ങുമ്പം ഉച്ചം തലയിൽ അടിക്കുന്ന വെയിലായിരിക്കും. ഉച്ച വരെ നല്ല വെയിലായിരിക്കും. ചിലപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഒരു മഴ ഉണ്ടായാലായി. നിങ്ങൾ കാലാവസ്ഥ അന്ന് പറയുമ്പോഴെല്ലാം നമ്മൾ റേഡിയോയിൽ പറയുമ്പോഴെല്ലാം കളിയാക്കുന്നുണ്ടായിരുന്നു. ഞാൻ കളിയാക്കുന്നുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ അച്ഛൻ റേഡിയോയിൽ കേൾക്കുമ്പോഴേക്കും ഞങ്ങൾ ഇന്ന് കണക്കായിരിക്കും, നല്ല വെയിലായിരിക്കും, ഇന്ന് ആകാശം പൊതുവെ പ്രസന്നമായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഇടിയോടുകൂടി മഴയായിരിക്കും. ഒക്കെ അതൊരു കാലമായിരുന്നു, കുട്ടിക്കാലം. ഇനി ഒരു കുട്ടിക്കാലം ഇനി അടുത്ത ജന്മത്തിലേ ഉള്ളൂ. ഇനി അത് തിരിച്ചു വരില്ല, പോയത് പോയി. പിന്നെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കണമല്ല. എല്ലാവരെയും സന്തോഷമാണ് എൻ്റെയും സന്തോഷം. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവരും കഴിച്ച് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഞാനും കഴിച്ചില്ല, ഞാൻ കഴിക്കാൻ പോകുന്നത്. ഇന്ന് ഞങ്ങൾക്ക് ഉപ്പുമാവും മുട്ടക്കറി ഉണ്ടാക്കി. അപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് ഒരു കാരണവശാലും മുടങ്ങരുത്. കാരണം ലഞ്ചിനുള്ള ടൈം ഏകദേശം അടുത്ത് വരണതാണ്. അതുകൊണ്ട് നമ്മൾ നേരത്തെ കഴിച്ചേ പറ്റുള്ളൂ. ബ്രേക്ക്ഫാസ്റ്റ് നേരത്തെ കഴിക്കണം. അല്ലാതെ അതിൽ വേറെ ഒന്നുമില്ല. പിന്നെ നമുക്ക് ലഞ്ച് കഴിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ രാവിലെ റെഡിയായാൽ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങ് തിന്നാൽ പിന്നെ ബാക്കി ജോലികളൊക്കെ ചെയ്യാം. ചുമ്മാ ഇരിക്കുന്നവർ ചുമ്മാ ഇരിക്കാം, ടി വി കാണുന്നവർക്ക് ടി വി കാണാം, ജോലിക്ക് പോകുന്നവർക്ക് ജോലിക്ക് പോകാം. പിന്നെ ഉച്ചയ്ക്കുള്ള പണി അടുത്ത് ഉച്ചയ്ക്ക് റെഡിയായാൽ പിന്നെ നമുക്ക് ഉച്ചയ്ക്കൊക്കെ കഴിക്കണ്ടേ. അതുകൊണ്ട് അപ്പോൾ രാവിലെ ഉണ്ടായാൽ രാവിലെയും കഴിക്കണം. അപ്പം നമ്മൾ ഇവിടെ രാവിലെ എല്ലാം റെഡിയാക്കി ഞാൻ. അപ്പോൾ ഇനി കഴിക്കണം. കഴിച്ചിട്ട് ഇനി ഉച്ചയ്ക്കുള്ള പണി തുടങ്ങണം. അപ്പോൾ ഇതുപോലെ ഇടയ്ക്കൊക്കെ നമുക്ക് വീണ്ടും ഒത്തുകൂടാം. അപ്പോൾ എല്ലാവരുടെയും സ്നേഹാന്വേഷണം, ലൈക്കും കമൻറ്റും ഒക്കെ തരണം.
ബംഗാളികൾ മാത്രമല്ല നമ്മുടെ മലയാളികളും ഉണ്ട്. അപ്പോൾ അവരും കൂടെ കേൾക്കാൻ വേണ്ടിയാണ്. ओके ओके बाय. आप लोग मेरा वीडियो देखे, लाइक कमेंट दे दो. ठीक है बाय, शुक्रिया. ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും വീണ്ടും നമസ്കാരം. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കുറച്ചും കൂടെ വിശദമായിട്ട് സംസാരിക്കാം. വീണ്ടും കാണുന്നതുവരെ വണക്കം. സുധി പാലോട്. എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് സുധി പാലോട്. എൻ്റെ സ്വന്തം സ്ഥലം ഇടിഞ്ഞാറ്, പെരിങ്ങമല ഗ്രാമപഞ്ചായത്തിൻ്റെ പരിധിയിലുള്ളതാണ് ഇടിഞ്ഞാറ്. അവിടെ എക്കോ ടൂറിസം ഉണ്ട്, മങ്കയം എക്കോ ടൂറിസം. ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊക്കെ വരാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ വരിക. ഇപ്പം മഴയാണ്, ഇപ്പം ടൂറിസമൊക്കെ അടച്ചിട്ടേക്കാണ്. പൊന്മുടിയും നമ്മുടെ മങ്കയം എക്കോ ടൂറിസമൊക്കെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കാലാവസ്ഥ നല്ല അനുകൂലമായിട്ടിരിക്കുന്ന സമയത്തൊക്കെ ഒന്ന് വന്ന് വെള്ളച്ചാട്ടമൊക്കെ കണ്ട് കുളിച്ച്, പക്ഷെ നല്ല തണുത്ത വെള്ളമാണ് കേട്ടോ. നല്ല രസമുണ്ട് അവിടെയൊക്കെ വന്ന് പോകാൻ. ഇടിഞ്ഞാറ് എൻ്റെ സ്വന്തം സ്ഥലം. ഞാൻ ജനിച്ച് വളർന്നു എന്നെ വളർത്തിയതും ഇടിഞ്ഞാറിലാണ്, പഠിച്ചതും ഇടിഞ്ഞാറിലാണ്. ഇടിഞ്ഞാറ് 1 മുതൽ 10ാം ക്ലാസ് വരെ അവിടെ സ്കൂളുണ്ട്. ഗവൺമെൻറ് ട്രൈബൽ ഹൈസ്കൂളാണ്. അത് ജംഗ്ഷനിൽ തന്നെ. പണ്ടൊക്കെ 9:30-ക്കായിരുന്നു ഞങ്ങളുടെ സ്കൂള് തുടങ്ങുന്നത് രാവിലെ. വൈകുന്നേരം 3 മണിക്ക് 3 മണിക്ക് വിടും. അപ്പോൾ ബെല്ലടിക്കാൻ 5 മിനിറ്റ് ഉള്ളപ്പോഴാണ് വീട്ടിൽ നിന്ന് ഓർമ്മ. അതുവരെ കറങ്ങി തിരിഞ്ഞ് നിന്നിട്ട് ബെല്ലടിക്കാൻ ടൈമാകുമ്പോൾ ഒരൊറ്റ ഓട്ടമാണ്. ചിലപ്പോൾ ഈശ്വര പ്രാർത്ഥന തുടങ്ങിയിട്ടുണ്ടാകും. അപ്പോൾ ഓടിച്ചെന്ന് പതുങ്ങി ലൈനിൻ്റെ ഏറ്റവും പിറകിൽ തന്നെ ഇരിക്കും. അതൊക്കെ ഒരു രസമായിരുന്നു. സ്കൂൾ വിടുന്നതും അതുപോലെ തന്നെ. ലാസ്റ്റ് ബെല്ലടി തീരുന്നതിന് മുമ്പ് സ്കൂളിൽ നിർത്തിയാൽ ഓടും. റോഡിൽ എത്തിയാലേ സമാധാനമാകും. അത് ഞങ്ങളുടെ ഇടിഞ്ഞാറ് ജംഗ്ഷനിലാണ് വീട്. എന്നിട്ട് പോലും അത്യാഗ്രഹമോ ഓട്ടാൻ. അന്ന് പഠിച്ചിരുന്ന കുറച്ച് പേരൊക്കെ ഉള്ളൂ. ഇപ്പം ബാക്കിയുള്ളവരൊക്കെ എവിടെ പോയെന്നൊന്നും അറിയില്ല. ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഞങ്ങളുടെ സ്കൂളിൽ പഠിച്ചവരല്ലേ. അതിലൂടെ കുറച്ച് പേരൊക്കെ കാണാനൊക്കെ പറ്റി. ഒരു സന്തോഷം. പിന്നെ എന്താ പറയാൻ, എല്ലാവരെയും സ്നേഹാന്വേഷണം. ഓക്കെ, അപ്പോൾ നമുക്ക് പിന്നെ കാണാം.